നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപോ അതിനുശേഷമോ എന്നതേ അറിയേണ്ടതുള്ളൂ. ലാവ്ലിൻ കേസ് ഇനി മാറ്റിവെക്കാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ലാവ്ലിനിൽ പിണറായിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. മെയ്യിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന ദയനീയ പരാജയമല്ല, മറിച്ച് മകൾ വീണയുടെ മാസപ്പടി കേസ് തെളിവടക്കം ആഴ്ചകൾക്കുള്ളിൽ പുറത്തു വരുന്നതോടെ പിണറായിക്ക് പിടിച്ചു നിൽക്കാനാകില്ല. കാരണഭൂതനായ ഇരട്ടച്ചങ്കന് കേരള ജനതയ്ക്ക് മുന്നിൽ ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാനുമാകില്ല. കേന്ദ്ര ഏജൻസികൾ മകൾ വീണയ്ക്കെതിരെ മാസപ്പടിയുടെ എല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1-2 കോടിയുടേതല്ല, പല കോടികളുടെ കൊള്ളക്കണക്കുകൾ ഉടൻ പുറത്തു വന്നാൽ പിന്നെ പിണറായിക്ക് നിലനിൽപ്പില്ല. വീണയുടെ ഭർത്താവും കുടുംബ വാഴ്ചയിലെ മറ്റൊരു കാരണഭൂതനായ മുഹമ്മദ് റിയാസും രാജിവെച്ചൊഴിയും. ഏറിയാൽ 2 മാസം, അതിനപ്പുറം പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. പിണറായി കുടുംബത്തിന്റെ ആഡംബരം, സുഖലോലുപത, അനധികൃത സ്വത്ത് എന്നിവയെല്ലാം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അമ്മയുടെ പെൻഷൻ കൊണ്ട് തുടങ്ങിയ കമ്പനിയുടെ കള്ളക്കളികളും പൊള്ളത്തരവും ഇനി ഏറെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. കേരളം കണ്ട ഏറ്റവും ധിക്കാരിയും അഹങ്കാരിയുമായ മുഖ്യമന്ത്രി എന്ന ലേബൽ പിണറായി വിജയന് ചാർത്തിക്കൊടുത്തത് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ അല്ല, മറിച്ച് കേരളത്തിലെ പൊതുജന സമൂഹമാണ്. അച്ഛന്റെ അധികാരത്തണലിൽ മകൾ സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്ന സാഹചര്യത്തിലും അതിനെ ന്യായീകരിക്കുന്ന CPMന്റെ ഗതികേടിലാണ് കേരളം ലജ്ജിക്കുന്നത്. ഞാനാണ് സർക്കാരെന്നും ഞാനാണ് പാർട്ടിയെന്നും പറയുന്ന വിധം പിണറായി കേരളത്തെ ലജ്ജിപ്പിച്ചിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും മോശം ഭരണകാലമായി 2ാം പിണറായി സർക്കാർ കുപ്രസിദ്ധി നേടിയിട്ടും പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി പരീക്ഷിക്കാൻ CPMന് സാധിക്കുന്നില്ല. CPMന്റെ ഉള്ളിൽ പാർട്ടി സെക്രട്ടറി മുതൽ താഴെ തട്ടുവരെ അടിമകളെ പോലെ അധപ്പതിച്ചിരിക്കുന്നുവെന്നതിനാലാണ് കേരളം ലജ്ജിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന കമ്മിറ്റിയും എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ലാവ്ലിൻ കേസ് തന്ത്രപരമായ ഇടപെടലുകളിലൂടെ 8 വർഷം വരെ തള്ളിക്കൊണ്ടു പോകുകയും 35 തവണ മാറ്റിവെക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടും ഇനിയും രക്ഷയില്ല. ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തിയാൽ ആ നിമിഷം പിണറായി രാജിവെച്ചൊഴിയാൻ നിർബന്ധിതനാകും. ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. ഭരണ തകർച്ച മാത്രമല്ല, പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനെതിരെയും കടക്കൂപ്പുറത്ത് പോലെയുള്ള അഹങ്കാരത്തിനും നേരെയുള്ള ശക്തമായ ജനവിധിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് CPM നേതാക്കൾ ഭയക്കുന്നു. ഈ സാഹചര്യത്തിലാണ് CPM പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ മത്സരിപ്പിക്കാൻ നിർബന്ധിതരായത്. പിണറായി വിജയൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ 2ാമത്തെ സാധ്യതയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. KK ശൈലജയെയാണ്. ശൈലജ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരാതിരിക്കാനുള്ള ആദ്യത്തെ കരുനീക്കമാണ് ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നതും ജയിച്ചാൽ ലോക്സഭയിലേക്ക് വനവാസത്തിന് അയക്കുന്നതുമൊക്കെ. ആ നിലയിൽ ശൈലജയെ ഒഴിവാക്കി മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പിണറായി കരുക്കൾ നീക്കുന്നത്. ലാവ്ലിൻ കേസിലും തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാവുന്ന തോൽവിയുടെ പേരിലാണ് രാജിവെക്കേണ്ടി വരുന്നതെങ്കിൽ പിണറായി റിയാസിനെ പകരക്കാരനായി പാർട്ടിയിൽ അവതരിപ്പിക്കും. എന്നാൽ കരിമണൽ മാസപ്പടിയുടെ പേരിലാണ് രാജിവെക്കേണ്ടി വരുന്നതെങ്കിൽ റിയാസിനും രാജിവെച്ച് ഒഴിയേണ്ടി വരുമെന്ന തിരിച്ചറിവ് പിണറായിക്കുണ്ട്. യാതൊരു വികസന നേട്ടവും മുന്നിൽ വെച്ച് വോട്ട് തേടാൻ ഇടതുമുന്നണി സർക്കാരിന് സാഹചര്യമില്ല. സംസ്ഥാനത്ത് റേഷനില്ല, ശമ്പളമില്ല, സപ്ലൈകോയിൽ സാധനമില്ല. പൂക്കോട് SFI നേതാക്കൾ സഹപാഠിയെ ക്രൂരമായി കൊല ചെയ്ത സംഭവം വലിയ തിരിച്ചടി LDFന് ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ്. വടകരയിൽ ഉൾപ്പെടെ TP ചന്ദ്രശേഖരൻ വധക്കേസും മേൽക്കോടതിയുടെ ശിക്ഷ വർദ്ധിപ്പിച്ചുള്ള വിധിയും CPMന് കടുത്ത തിരിച്ചടിക്ക് മറ്റൊരു കാരണമാണ്. പിണറായി വിജയൻ സംസ്ഥാന ഭരണത്തിൽ 3 വർഷം തികയ്ക്കില്ലെന്ന് വ്യക്തമായ ബോധ്യം കേരളത്തിലെ ജനങ്ങളിൽ വന്നു കഴിഞ്ഞു. ഈ സർക്കാർ മുന്നോട്ടു പോകുന്ന ഓരോ ദിവസവും കേരളത്തിന് തകർച്ചയുടെയും ദുരന്തങ്ങളുടേതുമായിരിക്കുമെന്ന് വ്യക്തമാണ്. 12 ജില്ലകളിൽ വന്യമൃഗ ഭീഷണി തിരഞ്ഞെടുപ്പിനിടെ വലിയ ചർച്ചാ വിഷയമായി വരികയാണ്. ഇടുക്കി, വയനാട് ജില്ലകളിൽ സർക്കാരിനോടുള്ള അമർഷം വൈകാതെ പുറത്തുവരും.